Hi students, welcome to Dakshina Learnings. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു പുതിയ ടോപ്പിക് ആയിട്ടാണ് വന്നിരിക്കുന്നത്. സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള. അപ്പോൾ വളരെ എളുപ്പമുള്ള ടോപ്പിക്കാണ്. നിങ്ങളുടെ എക്സാമിന് ക്വസ്റ്റ്യൻസ് വളരെ കുറവാണ് ഇതിൽ നിന്ന് ചോദിക്കുന്നത്. അപ്പോൾ ചോദിക്കുന്ന മോഡലും പിന്നെ ബേസിക് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളും വച്ചിട്ടുള്ള ഒരു ക്ലാസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആയിരിക്കും. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അതിനു മുന്നേ നമുക്ക് എന്താണ് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് അറിയണ്ടേ? കുറച്ച് ടേംസ് ഉണ്ട്. ഈ പ്രിൻസിപ്പൾ എന്താ, എമൗണ്ട് എന്താ, റേറ്റ് എന്താ, അങ്ങനത്തെ കാര്യങ്ങൾ. അതായത് പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ബാങ്കിൽ നിന്നായാലും ഇപ്പോൾ പുറത്തുനിന്നായാലും നമ്മൾ വാങ്ങുന്ന എമൗണ്ടിനെയാണ് നമ്മൾ പ്രിൻസിപ്പൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്തിട്ട് ഡിനോട്ട് ചെയ്യും? പി കൊണ്ട് ഡിനോട്ട് ചെയ്യും. റേറ്റ്, ശതമാനം, എത്ര നിരക്കിലാണ് നമ്മൾ വാങ്ങുന്നത്, അതിനെ ആറ് കൊണ്ട് ഡിനോട്ട് ചെയ്യും. ഇനി എത്ര ടൈം പീരീഡിന് നമ്മൾ ഇപ്പോൾ 1 വർഷമാവാം, 2 വർഷമാവാം, 6 മാസമാവാം. അപ്പൊ അതിനെ നമ്മൾ എന്നായിട്ട് ഡിനോട്ട് ചെയ്യും. നമ്മൾ നോർമലി നമ്മൾ വർഷത്തിലാണ് എടുക്കാറുള്ളത്. ഇപ്പം 6 മാസം അതല്ലെങ്കിൽ 18 മാസം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 12 കൊണ്ട് ഡിവൈഡ് ചെയ്ത് അത് വർഷത്തിന്റെ കണക്കിലാക്കി എടുക്കും. ദെൻ എന്താണ് ദെൻ ഉള്ളതാണ് നമുക്ക് എന്തെന്ന് പറഞ്ഞാൽ എമൗണ്ട് എന്ന് പറയുന്നത്. എമൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് ഇപ്പം 100 രൂപ, എൻ്റെ പ്രിൻസിപ്പൾ 100 രൂപയാണ്. ഞാൻ 10% 2 വർഷത്തിന് എത്ര പലിശ കൊടുക്കും? ഓക്കെ, 10% 100/, ഇതിപ്പോ എത്രയും 20 എൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എൻ്റെ ഇൻട്രസ്റ്റ് 20. അപ്പൊ എൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ പ്ലസ് ഇൻട്രസ്റ്റ് ആണ് 120. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് നമ്മൾ ചെയ്യാൻ എടുക്കുന്ന ഒരു ഫോർമുലയാണ് PNR/100. ഇതാണ് നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ഫോർമുല എന്ന് പറഞ്ഞാൽ. ഈ ഒരു ഒറ്റ ഫോർമുല മതി, നമുക്ക് എല്ലാം ഷടപടേന്ന് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്ക് ഇനി എന്താണ് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. എന്താ ഫസ്റ്റ് ചോദ്യം വന്നിരിക്കുന്നത്? ഇൻ ഹൗ മെനി ഇയേഴ്സ് വിൽ 2500 ഇൻവെസ്റ്റഡ് at the rate of 16% per annum simple interest amount to 4100? അപ്പൊ എന്താണ്, എൻ്റെ കയ്യിൽ 1 രൂപയുണ്ട് അല്ലെ, എൻ്റെ കയ്യിൽ കുറച്ച് രൂപയുണ്ട്. അത് 2500 രൂപയാണ്. അത് എനിക്ക് എത്രയോ വർഷം 16% ഞാൻ കൊടുത്തപ്പോൾ എനിക്ക് തിരിച്ച് കിട്ടിയ എമൗണ്ട് എന്ന് പറയുന്നത് 4100. എന്താ എമൗണ്ട്? നമ്മളുടെ ഇൻട്രസ്റ്റും പ്ലസ് പ്രിൻസിപ്പിളും ആണ്. അപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? പ്രിൻസിപ്പിൾ പ്ലസ് ഇൻട്രസ്റ്റ്, സിമ്പിൾ ഇൻട്രസ്റ്റ്. ഓക്കെ, നമുക്ക് എമൗണ്ട് എത്രയാണെന്ന് അറിയാം അല്ലെ, 2500 ആണ്. എത്ര വർഷത്തേക്കാണ് നമ്മൾ ഇട്ടു എന്നുള്ളതാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ അതുപോലെ എഴുതുക. ദെൻ എത്ര ശതമാനം? 16%. ഓക്കെ, ഇനി എങ്ങനെയാ സിമ്പിൾ ഇൻട്രസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇപ്പൊ ഇതെന്ന് പറഞ്ഞാൽ P+SI ആണ്. എന്തെന്ന് പറയുന്നത് 4100 എന്ന് പറയുന്നത്. സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 4100 മൈനസ് ഇവിടെ നമ്മളുടെ എന്താണ് പ്രിൻസിപ്പൾ 2500. 0 ഇത് എത്ര വരും? 6 വരും, ഇത് 1 വരും അല്ലെ. ഓക്കെ, 1600 ആണ് നമ്മുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഇനി എന്ത് ചെയ്യാ? ഇനി നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാം. അപ്പം 16 ക്യാൻസലായി, 2 0 ക്യാൻസലായി, 25 100 കൂടെ ആകുമ്പോൾ 4. അതായത് N എന്ന് പറയുന്നത് എത്രയാണ്? 4 വർഷമാണ്. ഓക്കെ, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ, നമുക്ക് തന്നിട്ടുണ്ട്. അതെല്ലാം എടുത്ത് എഴുതിയാൽ മാത്രം മതി. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. A sum of money deposited at a simple interest amounts to 1020 in 3 years and 980 in 2 years. The sum deposited. അതായത് 3 വർഷത്തിലെ എമൗണ്ട് ആണ് 1020. 2 വർഷത്തിലെ എമൗണ്ട് ആണ് എന്തെന്ന് പറയുന്നത് 980. ഓക്കെ, തമ്മിൽ മൈനസ് ചെയ്ത 1 വർഷത്തെ ഇത് കിട്ടില്ലേ? 1 വർഷത്തേക്കുള്ള നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും. അപ്പൊ മൈനസ് ചെയ്യുമ്പോൾ എത്ര വരും? ഇത് 40 അല്ലെ. 1 വർഷത്തേക്കുള്ള ഇൻട്രസ്റ്റ് 40 എന്ന് വരും. ബാക്കി രണ്ടിടത്തും എന്താണ്? എമൗണ്ട് ആണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ രണ്ടിടത്തും എന്താണ്? എമൗണ്ട് ആണ്. അപ്പൊ അതായത് പ്രിൻസിപ്പൾ 2 സ്ഥലത്തും ക്യാൻസൽ ആയി പോയിട്ട് പിന്നെ 2 വർഷത്തേക്കുള്ള ഇൻട്രസ്റ്റും ക്യാൻസൽ ആയി പോയിട്ട് ഒരു വർഷത്തേക്കുള്ള ഇൻട്രസ്റ്റ് മാത്രമായിട്ട് വരും അല്ലെ, 40.
ഇനി നമുക്കിത് ഏതിൽ വേണോ കൊടുക്കാം അല്ലെ. അപ്പൊ 2 വർഷത്തേക്കുള്ള എമൗണ്ട് ആണ് 980 അല്ലെ. 2 വർഷത്തിന്റെ എമൗണ്ട് ആണ് 980. അതായത് സിമ്പിൾ ഇൻട്രസ്റ്റ് പ്ലസ് പ്രിൻസിപ്പൾ എന്ന് പറയുന്നത്. അപ്പൊ 1 വർഷത്തേക്ക് 40 രൂപയാണെങ്കിൽ 2 വർഷത്തേക്ക് എത്രയായിരിക്കും ഇൻട്രസ്റ്റ്? 80 രൂപയായിരിക്കും. അപ്പൊ ഇതിൽ നിന്ന് എന്ത് ചെയ്യുക? 80 മൈനസ് ചെയ്യുക. 900 ആണ് നമ്മളുടെ എന്തെന്ന് പറയുന്നത്? സം എന്ന് പറയുന്നത്. മനസ്സിലായോ? എന്താ ചെയ്ത് ഞാൻ ഇവിടെ ആദ്യം 3 വർഷത്തെയും 2 വർഷത്തേക്കും സിമ്പിൾ ഇൻട്രസ്റ്റ് ഈക്വൽ ഇൻട്രസ്റ്റ് ആണ് ഓരോ വർഷവും നമുക്ക് എന്ത് ചെയ്യുന്നത്? ആഡ് ആയി വരുന്നത്. അപ്പോൾ 2 വർഷത്തിൻ്റെതും 3 വർഷത്തിൻ്റെതും കൂടെ മൈനസ് ചെയ്യുമ്പോൾ 1 വർഷത്തെ ഇൻട്രസ്റ്റ് കിട്ടും. അത് നമുക്ക് ഇപ്പൊ ഈ വാല്യൂവിൽ വേണമെങ്കിലും കൊടുക്കാം. ഈ വാല്യൂവിൽ കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 40 into 3 ചെയ്യണം. 120 മൈനസ് ചെയ്യണം. ഓക്കെ, 120 മൈനസ് ചെയ്യണം. അപ്പോഴത്തേക്ക് എന്താണ്? അവിടെയും 900 തന്നെ വരും. ഓക്കെ, അപ്പൊ അങ്ങനെ സിമ്പിൾ ഇൻട്രസ്റ്റ് മൈനസ് എമൗണ്ട് ചെയ്ത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ പ്രിൻസിപ്പൾ കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഫൈൻഡ് ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ 8,000 അറ്റ് ദ റേറ്റ് ഓഫ് 10% per annum in 6 years. എന്താണ്? സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. നമ്മൾ ആ ഫോർമുല കൊടുത്താൽ മതി. PNR/100 ആ ഫോർമുല കൊടുത്താൽ മതി. പ്രിൻസിപ്പൾ എത്ര? 8,000 ആണ്. ആൻഡ് വർഷം എത്ര? 6 ആണ്. എത്രയാണ് ഇൻട്രസ്റ്റ്? 10% എന്ന് പറയുമ്പോൾ 1/10 അല്ലെങ്കിൽ 10/100 എന്നിട്ടാലും കുഴപ്പമില്ല. സീറോ തമ്മിൽ കട്ട് ചെയ്ത് പോയി. 6 48 20 4800 ആണ് നമ്മളുടെ എന്തെന്ന് പറയുന്നത്? സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞേക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? നെക്സ്റ്റ് അടുത്ത. വാട്ട് ആനുവൽ ഇൻട്രസ്റ്റ് വിൽ ഡിസ്ചാർജ് എ ഡെപ്റ്റ് ഓഫ് 5664 in 4 years at 12% സിമ്പിൾ ഇൻട്രസ്റ്റ്. അതായത് നമുക്ക് ഇപ്പോ എന്താണ്? ആനുവൽ ഇൻസ്റ്റാൾമെന്റ് രൂപത്തിലാണ് നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റ് അടയ്ക്കുന്നത് എങ്കിൽ നമുക്ക് ഈ ഡെപ്റ്റ് എന്ന് പറയുന്നത് ഇത് ഫൈനൽ നമ്മൾ അടച്ച എമൗണ്ട് ആണ് ഈ തന്നിരിക്കുന്നത് എങ്കിൽ നമ്മൾ ഓരോ വർഷവും എത്ര ഇൻസ്റ്റാൾമെന്റ് കൊടുത്തു. ഇപ്പൊ ഞാനൊരു സാധനം വാങ്ങി എനിക്കത് ഒറ്റയടിക്ക് കൊടുക്കാനില്ലാത്തതുകൊണ്ട് ഞാൻ എല്ലാ മാസവും ഒരു തുകയായിട്ട് കൊടുക്കുന്നു. അങ്ങനെ ഫൈനലായില് ഞാൻ അടച്ച ടോട്ടൽ എമൗണ്ട് ആണ് നമുക്കിവിടെ തന്നെ 5664 എന്ന് പറയുന്നത് എങ്കിൽ ഞാൻ മന്ത്ലി അടച്ചത് എത്ര രൂപയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ ഇത് ചെയ്യാൻ നിങ്ങൾ ഇതിന്റെ കൺസെപ്റ്റ് മനസ്സിലാക്കുന്നത്. നിങ്ങൾ ഇതൊരു ട്രിക്കാണ്. നിങ്ങൾ ഇതിങ്ങനെ ഓർത്ത് വെച്ചുക. ഇതിൽ കൂടുതൽ ചോദ്യം ചോദിക്കരുത്. കാരണം ഇൻ ഡീറ്റെയിൽ ആയിട്ട് പോവേണ്ട ആവശ്യം നമുക്കില്ല. സോ ഇത് ഓർത്ത് വെച്ചിരുന്നാൽ മതി. അതായത് ആദ്യം ഞാൻ 100 എഴുതുക. ദെൻ എന്താ? നമ്മുടെ ഇൻട്രസ്റ്റ് 12 അല്ലേ. അപ്പൊ 12 ആഡ് ചെയ്യുക. 112. വീണ്ടും 12 ആഡ് ചെയ്യുക. 124. വീണ്ടും 12 ആഡ് ചെയ്യുക. 36. അങ്ങനെ എത്ര? 4 പ്രാവശ്യം ചെയ്യാം. നമുക്ക് 4 ഇയേഴ്സ് അല്ലേ. അപ്പൊ 4 പ്രാവശ്യം ചെയ്യാം. സം ചെയ്യുക. 12 5 6 7 472 അല്ലെ. 472 ആണ്. ഈ 4 ഇതെന്ന് പറയുന്നത് നമ്മുടെ ഫൈനൽ എമൗണ്ട് ആണ്. അതാണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് 5664 എന്നുള്ളത്. നമുക്ക് എന്താ? നമുക്ക് ആനുവൽ ഇൻസ്റ്റാൾമെന്റ് ആണ്. ആനുവൽ ഇൻസ്റ്റാൾമെന്റ് ആദ്യം എടുത്ത 100 രൂപ. ഓക്കെ, 100 ആയിട്ട് എടുക്കുക. ദെൻ 5664 by 472 into 100. ഇത് നിങ്ങൾ കട്ട് ചെയ്ത് നോക്കിയാൽ മതി. ഇത് 12 കട്ട് ചെയ്ത് പോകും. സോ നമ്മൾ മാസമല്ല വർഷം അടച്ച ഇൻസ്റ്റാൾമെന്റ് തുക എന്ന് പറഞ്ഞാൽ 1200 ആണ്. ഇത് ഈ ഒരു പാറ്റേണിൽ ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഇപ്പൊ 6 വർഷമാണെങ്കിൽ 12% ഇത് 6 വർഷമാണെങ്കിൽ വീണ്ടും 12 ആഡ് ചെയ്യുക. ഒരു വർഷം കൂടെ വീണ്ടും 12. അപ്പൊ അങ്ങനെ 6 വർഷം അങ്ങനെ എടുക്കുക. സോ 1200 ആണ് നമ്മുടെ ഉത്തരവ് എന്ന് പറയുന്നത്. സിമ്പിൾ ഇൻട്രസ്റ്റിൽ നിങ്ങൾക്ക് ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരേ ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ ഇതിങ്ങനെ ഓർത്ത് വെച്ചേക്കുക. നെക്സ്റ്റ് ആണ് എന്തെന്ന്? നെക്സ്റ്റ് ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ എ സം ഓഫ് മണി ഈസ് 4 times ദ പ്രിൻസിപ്പിൾ. അതായത് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 4 times ആണ്. പ്രിൻസിപ്പളിന്റെ 4 times എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്കിൽ റേറ്റ് എത്ര? സിമ്പിൾ ഇൻട്രസ്റ്റ് എങ്ങനെയാണ് കണക്കാക്കുക? PNR/100 അല്ലെ. ഇതാണ് നമ്മളെ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അതാണ് 4P എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത്. പിയും ഇവിടെ നിന്ന് അങ്ങ് ക്യാൻസൽ ചെയ്ത് കളയാം. ചുമ്മാ എഴുതി സമയം കളയണ്ട. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? നമ്മുടെ റേറ്റും ടൈമും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. റേറ്റും ടൈമും. അപ്പൊ ഞാൻ രണ്ടിനും ഒരേ ഇത് കൊടുക്കുകയാണ്. n/100 into 4. അപ്പൊ n² എന്ന് പറയുന്നത് 4 into 100
അപ്പൊ n എന്ന് പറയുന്നത് √4 × 100 ഈക്വൽ ടു എത്ര വരും? 2 × 10 അല്ലെ? അപ്പൊ 20. എളുപ്പമല്ലേ? നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം. നല്ല ചോദ്യമായിരുന്നു. അടുത്ത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോവാം. ഇനി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ഓക്കെ, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ കൂട്ടുപലിശ എന്ന് നമ്മൾ പറയില്ലേ, നമുക്ക് ആ ഒരു ഇപ്പൊ 100 രൂപയുണ്ട്. ഓക്കെ, ഇപ്പൊ 100 രൂപയുണ്ടെങ്കിൽ 10% എൻ്റെ പലിശ എങ്കിൽ ആദ്യത്തെ പ്രാവശ്യം എന്താണ് ഇതിന്റെ 10%? 10 വരും അല്ലെ? ആദ്യത്തെ പ്രാവശ്യം സിമ്പിൾ ഇൻട്രസ്റ്റ് പോലെയാണ്. ഇനി രണ്ടാമത്തെ വർഷമാണെങ്കിൽ എന്ത് വരും? ഇതിന്റെ 10% വരും. ഈ 10ന്റെ ഒരു 10%, അങ്ങനെ 11 ആയിരിക്കും രണ്ടാമത്തെ വർഷത്തെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് കൂട്ടുപലിശ, പലിശയിൽ മേലെ ഒരു പലിശ വരുന്നതാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഇനി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ചെയ്യുന്ന ഫോർമുല എന്ന് വെച്ചാൽ P × 1 + R/100 × whole raised to n. ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അല്ല, കോമ്പൗണ്ട് ഇൻട്രസ്റ്റും പ്രിൻസിപ്പളും കൂടെ ആഡ് ചെയ്യുന്ന എമൗണ്ട് ആണ് നമുക്ക് കിട്ടുക. അപ്പം നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ എമൗണ്ടിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യണം? നമ്മൾ പ്രിൻസിപ്പള് മൈനസ് ചെയ്യണം. ഓക്കെ, ആ കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക. കാരണം സിമ്പിൾ ഇൻട്രസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഡയറക്റ്റ് സിമ്പിൾ ഇൻട്രസ്റ്റിലോട്ടാണ് പോകുന്നത്. പക്ഷേ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താ? എമൗണ്ട് ആണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ എന്ത് ചെയ്യുക? അതിൽ നിന്ന് പ്രിൻസിപ്പൾ മൈനസ് ചെയ്താലേ നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടത്തുള്ളൂ. ഇനി ആദ്യത്തെ ചോദ്യം എന്താ പറയുന്നത്? ഇൻട്രസ്റ്റ് ഓൺ ₹24,000 ഇൻ ഇയേഴ്സ് കോമ്പൗണ്ടഡ് ആനുവലി when the rate are 8% and 10% for 2 successive years. അപ്പോൾ ഇങ്ങനെ അടുത്തുള്ള വർഷങ്ങളാണ്. ഇപ്പൊ 10 വർഷം രണ്ട് വർഷത്തിലും 10% വീതം എന്ന് പറഞ്ഞാലും ഇപ്പൊ ആദ്യത്തെ വർഷം 8%, 10%, രണ്ടാമത്തെ വർഷം 10% എന്ന് പറഞ്ഞാൽ നമുക്ക് സക്സസീവ് മെത്തേഡ് യൂസ് ചെയ്യാം. അതായത് സക്സസീവ് നമ്മൾ പെർസെൻറ്റേജ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. x + y + x × y/100. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ ഞാൻ പറഞ്ഞു തന്ന ആ ഫോർമുല യൂസ് ചെയ്യുന്നതിനെക്കാട്ടി ഏറ്റവും ബെസ്റ്റ് ആണ് ഇതെന്ന്. അതെന്ന് പറയുന്നത് ടൈം കൺസ്യൂമിങ് ആണ്. ഏകദേശം ഒരു 5-6 മിനിറ്റ് ഒക്കെ നമുക്ക് അതങ്ങ് കൊണ്ടുപോകും നമ്മൾ ആ ഒരു മെത്തേഡിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ. അപ്പോൾ കഴിവതും ഇങ്ങനെ സക്സസീവ് മെത്തേഡിൽ ചെയ്യാൻ നോക്കുക നിങ്ങൾ. അപ്പോൾ ഇതിൽ എങ്ങനെയാ സക്സസീവ് എന്ന് വെച്ചാൽ ആദ്യം എത്രയാ? 8, രണ്ടാമത്തെ വർഷം 10, 8 × 10/100. അപ്പൊ 18.8 ആയിരിക്കും എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, 18.8 ആയിരിക്കും നമ്മുടെ ഹോൾ റേറ്റ് എന്ന് പറയുന്നത്. നമുക്കിനി എന്ത് ചെയ്യാം? നമുക്കിനി ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ 24,000 അല്ലെ, 24,000ന്റെ 18.8% കണ്ടുപിടിച്ചാൽ മതി, നമുക്ക് ഉത്തരം കിട്ടും. അപ്പൊ 18 × 24 അല്ലെ, 8 × 4 32 ആണ്. ഓപ്ഷൻ 1 ഡിജിറ്റ് 2 വരുന്ന ഒരു ഓപ്ഷനാണ്. അതൊരു ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, ബി ആണ്. സോ ടിക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ഫുള്ള് ചെയ്യാം, ഒരു കുഴപ്പമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ സം ഓഫ് ₹X was borrowed and paid back in 2 equal yearly installment each of ₹35 to 80. If the rate of interest was 5% compounded annually, then the value of X is. ഓക്കെ, ഇങ്ങനെ ചോദ്യം ചോദിക്കുമ്പോൾ വളരെ എളുപ്പമാണ്. നമുക്ക് എന്താ പറഞ്ഞേക്കണേ? 5% അല്ലേ? 5% എന്ന് പറയുമ്പോൾ 1/20. ഓക്കെ, അപ്പൊ 20 ആയിരുന്നു പ്രിൻസിപ്പൾ. എത്ര അടച്ചു? 21. ഓക്കെ, അങ്ങനെ എത്ര വർഷത്തെ കാര്യമാണ് പറയുന്നത്? നമുക്ക് 2 ഈക്വൽ ഇയർലി ഇൻസ്റ്റാൾമെന്റ് ആണ് പറയുന്നത്. അപ്പൊ രണ്ടാമത്തെ വർഷമാകുമ്പം 20² 21². ഓക്കെ, ഇങ്ങനെ വേണം കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഇത് കൺവെൻഷണൽ മെത്തേഡ് ആണെന്ന് ചോദിച്ചാൽ അല്ല, ഷോർട്ട് കട്ട് ആണ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ തന്നെ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ഇനി എന്താ പറയുന്നത്? 2 ഈക്വൽ ഇൻസ്റ്റാൾമെന്റ് ആണ് അല്ലെ. ഇപ്പൊ ഇവിടെ 21ന്റെ സ്ക്വയർ ആണെങ്കിൽ അപ്പൊ ഇവിടെ എന്തായിരിക്കണം? 21ന്റെ സ്ക്വയർ ആയിരിക്കണം. ഇവിടെ 21 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ നമ്മൾ അതിന്റെ നെക്സ്റ്റ് റേഷ്യോയിലും എന്തായിരിക്കണം? 21 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം. അപ്പം 441 420 400. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്നത് എന്താ? ഈച്ച് ഇൻസ്റ്റാൾമെന്റ് അല്ലെ, ഓരോ ഇൻസ്റ്റാൾമെന്റും 35280 എന്നുള്ളതാണ്.
അതായത് നമുക്ക് ഇവിടെ ഒരു ഇൻസ്റ്റാൾമെന്റ്, അതായത് 441ന്റെ വാല്യൂ ആണ് 35280 എങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ള വാല്യൂ ഓഫ് എക്സ്, അതായത് നമ്മൾ വാങ്ങിച്ച മണി ഇല്ലേ അത് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ 028. ഓക്കെ, ഇതാണ് നമ്മുടെ വാങ്ങിച്ച പൈസ എന്ന് പറയുന്നത്. അപ്പം 820 എത്രയെന്നുള്ളതാണ്. അപ്പം 35280 ഡിവൈഡഡ് ബൈ 441 ഇൻറ്റു 820. ഇതിന്റെ 8 ടൈംസ് ആണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ വേണമെങ്കിൽ ചെക്ക് ചെയ്താൽ മതി. 8 ടൈംസ് ആണ് ഇതെന്ന് പറയുന്നത്. അപ്പൊ 80. അപ്പൊ എത്ര വരും? 16 വരും. 64 65 0. ഓക്കെ, 65 ഇത് ഓപ്ഷൻ ബി. ഓക്കെ, ഈ രണ്ട് സീറോസ്. ഓക്കെ, പിന്നെ 82 ഇൻറ്റു 8 എന്ന് പറയുന്നതാണ് 65 600 എന്ന് പറയുന്നത്. മനസ്സിലായോ? നമ്മൾ എങ്ങനെ ചെയ്യുന്ന കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ കാര്യത്തിൽ വരികയാണെങ്കിൽ 2 ഈക്വൽ ഇൻസ്റ്റാൾമെന്റ് ആണെങ്കിൽ ആദ്യത്തെ 20 21, രണ്ടാമത്തത് 20 20ന്റെ സ്ക്വയർ 21ന്റെ സ്ക്വയർ. ഇനി മൂന്നാമത്തെ പ്രാവശ്യം 3 ഈക്വൽ ഇൻസ്റ്റാൾമെന്റ് ആണെങ്കിൽ എന്ത് മീൻസ് എങ്ങനെയാ ചെയ്യുക? 20ന്റെ ക്യൂബ് ഈസ് എന്നാണ് 21ന്റെ ക്യൂബ്. ഓക്കെ, ഇങ്ങനെ ആയിരിക്കും ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. എ പേഴ്സൺ ബോട്ട് എ റെഫ്രിജറേറ്റർ വർത്ത് 22800 വിത്ത് 12.5 ഇൻട്രസ്റ്റ് കോമ്പൗണ്ടഡ് ഇയർലി. അറ്റ് ദ എൻഡ് ഓഫ് ദി ഫസ്റ്റ് ഇയർ ഹി പെയ്ഡ് 8,650 and at the end of second year 9,125. How much will have to pay at the end of third year to clear the debt? Okay, എങ്ങനെയാ ചെയ്യാം? എന്താ ക്വസ്റ്റ്യൻ എന്താ? ഒരു റെഫ്രിജറേറ്റർ വാങ്ങി അല്ലെ, ഒരു എമൗണ്ടിലുള്ള ഒരു റെഫ്രിജറേറ്റർ വാങ്ങി ആദ്യം ഒരു എമൗണ്ട് അടച്ചു അല്ലെ, പിന്നെ രണ്ടാമത്തെ വർഷവും ഒരു എമൗണ്ട് അടച്ചു. ദെൻ മൂന്നാമത്തെ വർഷം എത്ര ആയിരിക്കണം അദ്ദേഹം അടിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഇച്ചിരി ക്വസ്റ്റ്യൻ നമുക്ക് കുറച്ച് ചെയ്യാനുള്ളതാണ്. അപ്പൊ ആദ്യത്തെ വർഷം ആവുമ്പോൾ നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലായാലും സിമ്പിൾ ഇൻട്രസ്റ്റിലായാലും റേറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും അല്ലെ? ഇപ്പൊ റേറ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ ആദ്യം സിമ്പിൾ ഇൻട്രസ്റ്റ് പോലെ തന്നെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സെക്കൻഡ് ഇയർ വരുമ്പോഴാണ് ഇൻട്രസ്റ്റിന്റെ 1% കൂടെ നമ്മൾ അഡീഷണലി കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഇത് ഓരോ വർഷം എടുത്തിട്ട് നമുക്ക് ചെയ്യണം. അതായത് ഇപ്പം 22800 അല്ലെ, ഇത് ആദ്യത്തെ വർഷം 12.5% എന്ന് പറയുന്നത് 1/8 ആണ്. അപ്പോൾ 1/8 ചെയ്തു നോക്കുക. ഓക്കെ, അപ്പൊ 22,800ന്റെ 1/8 എത്ര വരും? ഇതിപ്പം 4 കൊണ്ട് ക്യാൻസൽ ചെയ്യുന്ന സമയത്താണെങ്കിൽ 5 തൊട്ട് 20 700 അല്ലെ, 4 കൊണ്ട് 2 ടൈംസ്. ഇനി ഇതിന്റെ പകുതി എടുക്കുക, 217 വരും. 8 കൊണ്ട് 16 50. അപ്പൊ ആദ്യത്തെ വർഷത്തെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 2,850 ആണ്. നമ്മൾ എത്ര പേ ചെയ്തു? നമ്മൾ 8,650 രൂപ നമ്മൾ പേ ചെയ്തു. അതായത് 2,850 പ്ലസ് ഒരു പ്രിൻസിപ്പളിന്റെ ഒരു ഭാഗവും. അപ്പോൾ നമുക്ക് ഇതെന്താണ്? ഇതിൽ നിന്ന് നമ്മുടെ ഇൻട്രസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രിൻസിപ്പളിന്റെ എത്ര ഭാഗമാണ് നമ്മൾ കൊടുത്തതെന്നുള്ള ഒരു ഐഡിയ കിട്ടൂലേ? അപ്പോൾ നമ്മുടെ 8,650 നിന്ന് എന്ത് ചെയ്യുക? 2,850 കുറയ്ക്കുക. അപ്പൊ 0,0875. അപ്പൊ നമ്മുടെ പ്രിൻസിപ്പളിന്റെ 5,800 രൂപ പ്രിൻസിപ്പൾ അടച്ചു. അപ്പൊ നെക്സ്റ്റ് ഇയർ ഈ 5,800 നമ്മൾ പലിശ കൊടുക്കണോ? വേണ്ട അല്ലെ, ബാലൻസ് എമൗണ്ടിന് കൊടുത്താൽ മതി. അപ്പൊ 2,280 നിന്ന് 580 എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എത്ര വരും? 17. ഇനി നമ്മൾ ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് ഈ 17,000 ആണ്. നെക്സ്റ്റ് ഇയർ രണ്ടാമത്തെ ഇയറും ഇതുപോലെ 1/8 എന്ന് പറയുമ്പോൾ എത്ര രൂപ അടയ്ക്കണം? 2 times 16 10 ആവും. വീണ്ടും 2 times 10 ആവും. 1 ടൈം ആവുമ്പോൾ 8 20 22 times 16 2125. ഓക്കെ, 2125 ആയിരിക്കും നമ്മുടെ അടുത്ത ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ. സംശയമുള്ളവർ കട്ട് ചെയ്താൽ മതി. അപ്പൊ രണ്ടാമത്തെ വർഷത്തിന്റെ നമ്മുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? നമ്മൾ എത്ര അടച്ചു? നമ്മൾ 9,125 രൂപ നമ്മൾ അടച്ചു അല്ലെ. അപ്പൊ നമ്മുടെ ഇനി നമുക്ക് കണ്ടുപിടിക്കാലോ. ഇൻട്രസ്റ്റ് ഉണ്ട്
നമ്മൾ അടച്ച എമൗണ്ട് ഉണ്ട്. അപ്പൊ എത്ര പ്രിൻസിപ്പൾ ആണ് നമ്മൾ അടച്ചതെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? 9125 2125 കുറയ്ക്കുക എന്നുള്ളതാണ്. 0 0 0 then 7. നമ്മൾ എത്രയാ? 7000 രൂപ നമ്മൾ പ്രിൻസിപ്പളിൽ നിന്ന് അടച്ചു. അപ്പൊ ഇനി എത്ര മതി? 7000 മൈനസ് ചെയ്താൽ ഇനി 10000 രൂപ നമുക്ക് അടച്ചാൽ പോരെ? 10000 രൂപ മാത്രമല്ല, മൂന്നാമത്തെ വർഷത്തിന്റെ ഇൻട്രസ്റ്റും കൂടെ. അപ്പോ ഇതിന്റെ 1/8, ഇതിന്റെ 1/8 എത്ര വരും? 10000ത്തിന്റെ 1/8 എന്ന് പറഞ്ഞാൽ 4 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 25 വരും അല്ലെ? 2 times. വീണ്ടും കട്ട് ചെയ്യുമ്പോൾ 1250 രൂപ. അതായത് 10000 പ്ലസ് 1250, അതായത് 10000 പ്ലസ് 1250 എത്ര വരും? 11250 രൂപയായിരിക്കും തേർഡ് ഇയർ നമ്മൾ അടയ്ക്കേണ്ടത്. എനിക്കറിയാം കുറച്ച് പേരിങ്ങനെ എന്താണ് തലയിൽ നിന്ന് ഇങ്ങനെ പുകയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഒന്നുമില്ല, ഇത് ഈ ഒരു മെത്തേഡേ ഉള്ളൂ. ഇതിങ്ങനെ ചെയ്തെടുത്തേ പറ്റൂ. നമ്മൾ എത്രയാണ് ആദ്യത്തെ പ്രിൻസിപ്പൾ, അതിൽ നിന്ന് തന്നിരിക്കുന്ന റേറ്റ് സിമ്പിൾ ഇൻട്രസ്റ്റ് പോലെ 1/8 കാണുക. ദെൻ ഇൻട്രസ്റ്റ് കിട്ടി. ഇനി നമ്മൾ അടച്ച എമൗണ്ട് ഉണ്ട് അല്ലെ, അത് ആ അടച്ച എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് പ്ലസ് ഇൻട്രസ്റ്റ് പ്ലസ് നമ്മുടെ പ്രിൻസിപ്പൾ ആണ്. സോ മൈനസ് ചെയ്യുക. ദെൻ വീണ്ടും 1/8 കാണുക. ദെൻ ഇൻട്രസ്റ്റ് നമ്മൾ അടച്ച എമൗണ്ടിൽ നിന്ന് ഇൻട്രസ്റ്റ് കൊടുക്കുക. ദെൻ പ്രിൻസിപ്പൾ മൈനസ് ചെയ്യുക. ദെൻ ഒരിക്കൽ കൂടെ കാണുക. അപ്പൊ മനസ്സിലാവാത്തവർ ഇതൊന്നും കൂടെ കണ്ടു നോക്കുക. ഓക്കെ, ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ എ സർട്ടൻ സം at 20% per annum for 2 years is 250. What is the compound interest on the same sum at the same rate for the same period? Okay, for the same period. അതായത് സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ എ സം, ഒരു സം അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പിളിന്റെ 20% വീതം 2 വർഷത്തേക്ക് 250 ആണ് അല്ലെ? 20% 2 വർഷം, അപ്പൊ 40%. അപ്പം ഇവിടെ തന്നിരിക്കുന്ന എന്താ സിമ്പിൾ ഇൻട്രസ്റ്റ്? ഈ 40% ഇവിടെ തന്നിരിക്കുന്ന 250 എന്ന് പറയുന്നത്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കി നോക്കൂ. P × 20% P × 20% × 2/100 ആണ് ഇത്ര 250 എന്ന് പറയുന്നത്. ഇവിടെ ഇതിപ്പോ എന്തായി? 40/100, അല്ലെങ്കിൽ ഇവിടെ വെച്ച് കട്ട് ചെയ്തു 5 times. ഓക്കെ, 5 times 2/5. P is equal to 250 × 5/2 എന്നുള്ളതാണ്. ഇത് എത്ര വരും? 125 അല്ലെ? ദെൻ 5 5 25 10 12 625 ആണ് പ്രിൻസിപ്പൾ. ഇതേ സാധനം തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എങ്ങനെ ചെയ്യാം? നമ്മുടെ ഡയറക്റ്റ് ആയിട്ട് 20% 2 വർഷത്തേക്ക്, അപ്പൊ മൊത്തം 40%. അതിന്റെ വിലയാണ് 250 എങ്കിൽ 100ന്റെ വില എത്ര? 250/40 × 100 വെട്ടുക, 4 കൊണ്ട് വെട്ടുക, 25 625. ഓക്കെ, അപ്പൊ നമുക്ക് പ്രിൻസിപ്പൾ കിട്ടും. നേരത്തെ പ്രാവശ്യം ഈ പ്രാവശ്യം സെയിം സമ്മല്ലേ നമുക്ക് കിട്ടിയത്. സോ പ്രിൻസിപ്പൾ 625. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ഇതില് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്രയെന്നാണ്. സെയിം സമ്മാണ്, സെയിം റേറ്റ് ആണ്, സെയിം പീരീഡ് ആണ് എങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്ര കിട്ടും എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞതുപോലെ 2 വർഷം അടുത്തുള്ളതല്ലേ, അപ്പൊ നമുക്ക് സക്സസീവ് എടുത്തുകൂടെ? 20 + 20 × 20/100. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? നമ്മുടെ പ്രിൻസിപ്പിൾ കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് സക്സസീവ് വെച്ച് കണ്ടുപിടിക്കാം അല്ലെ? നമുക്ക് സക്സസീവ് വെച്ച് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് മെത്തേഡ് വെച്ച് കണ്ടുപിടിക്കാം. ഞാൻ പ്രിഫർ ചെയ്യുന്ന സക്സസീവ് ആണ്. അല്ലെങ്കിൽ ട്രീ മെത്തേഡ് എന്ന് പറയുന്നതുകൊണ്ട് ഫോർമുല വെച്ച് കണ്ടുപിടിക്കുന്നുണ്ട്. ഫോർമുല വെച്ച് കണ്ടുപിടിക്കാൻ ഞാൻ ഒട്ടും പ്രിഫർ ചെയ്തില്ല, കാരണം അത് ഒരുപാട് ടൈം ടേക്കിംഗ് ആണ് നമുക്ക്. സോ സക്സസീവ് വെച്ച് കണ്ടുപിടിക്കുമ്പം 20 + 20 + 20 × 20/100 അല്ലെ? അപ്പൊ എത്ര വരും? 44% അല്ലെ? അപ്പം 625ന്റെ 44% കണ്ടുപിടിച്ചാൽ പോരെ? ഇവിടെ തന്നെ 11ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. അത് ഇവിടെ തന്നെ കിട്ടും. അപ്പൊ 25 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 25 പ്രാവശ്യം, 25 കട്ട് ചെയ്യുമ്പോൾ 4 പ്രാവശ്യം, 4 കൊണ്ട് ഇവിടെ കട്ട് ചെയ്യുമ്പോൾ 11 പ്രാവശ്യം. അപ്പൊ എത്ര? 5 7 2. ഓക്കെ, 5 7 2 275 ആണ് നമ്മുടെ എന്തെന്ന് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ 25 × 11 നമ്മളിങ്ങനെ 25 × 11 അങ്ങനെ ചെയ്യണ്ട കേട്ടോ. 25 × 11 എന്ന് പറയുമ്പം 25 × 11 അല്ലേ? അപ്പൊ ആദ്യം 5 എഴുതുക, പിന്നെ 2ഉം 5ഉം കൂടെ കൂട്ടുക, 7 എഴുതുക, പിന്നെ ലാസ്റ്റ് ഡിജിറ്റ് 2. ഇങ്ങനെ ചെയ്താൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. The difference between compound interest and simple interest on the sum of
16,000 for 2 years is 160. And find the rate per annum. അതാണ് നമുക്ക് റേറ്റ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ഒരു ഫോർമുല ഉണ്ട്, അത് നിങ്ങൾ അത് മതി, അത് വേറെ ഒന്നും വേണ്ട. P into R by 100 the whole square is equal to compound interest minus simple interest. എപ്പോഴും ചോദ്യം ചോദിച്ചാൽ ഈ ഒരു ഫോർമുല അപ്ലൈ ചെയ്താൽ മതി. ഇവിടെ നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും തമ്മിലുള്ള വാല്യൂ എത്രയാണ് തന്നത്? ഡിഫറൻസ് 160. നമുക്ക് എത്രയാ പ്രിൻസിപ്പൽ? 16,000 അല്ലെ? 16,000. റേറ്റ് എത്രയാ വന്നേക്കുന്നത്? റേറ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, ബൈ 100 ദ ഹോൾ സ്ക്വയർ. ഇനി എന്ത് ചെയ്യാ? 160, ഇവിടുന്ന് 160. ഇനി എന്താ ചെയ്യുക? ദെൻ ഇവിടെ 100 ഉണ്ട്, ദെൻ R സ്ക്വയർ ഉണ്ട്, ദെൻ 100 ഉണ്ട് അല്ലെ? 100ന്റെ സ്ക്വയർ ഉണ്ട് ഈക്വൽ ടു 1. ഇവിടെ ഇത് രണ്ടും കട്ട് ചെയ്ത് വെക്കാം. R സ്ക്വയർ ഈക്വൽ ടു 100 ആണെങ്കിൽ R എന്ന് പറയുന്നത് 10% ആയിരിക്കും. ഓക്കെ, മനസ്സിലായോ? അത്രേ ഉള്ളൂ. അത് ഈ ഒരു ഫോർമുല നിങ്ങൾ പഠിച്ചു വെച്ചിരുന്നാൽ മതി, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇതുപോലെ അങ്ങ് എടുത്തു കൊടുക്കുക, സാധനങ്ങൾ എടുത്തു കൊടുക്കുക. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ചോദ്യം നോക്കാം. An item is bought on a condition that 3 equal installment of 3,993 are to be paid at a rate of 10% compound interest and compounded annually. The cost of the item is അതായത് ഇതുപോലെ തന്നെയാണ്. നമുക്ക് 10% എന്താന്ന് പറയുന്നത്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അല്ലേ? 10%. എത്ര ഈക്വൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് നമ്മുടെ സാധനം അടച്ച? 3 ഈക്വൽ ഇൻസ്റ്റാൾമെന്റ്. ഓരോ ഇൻസ്റ്റാൾമെന്റിലും അടച്ച പൈസ എന്ന് പറഞ്ഞാൽ 993 രൂപയാണ് നമ്മൾ ഓരോ ഇൻസ്റ്റാൾമെന്റിലും അടച്ചത്. എങ്കിൽ നമ്മൾ വാങ്ങിച്ച സാധനത്തിന്റെ വില എത്ര എന്നാണ് ചോദ്യം ചോദിക്കുന്നത്. അപ്പോ 10% ആണെങ്കിൽ എന്താണ്? 1/10. അതായത് 10 ഉണ്ടായിരുന്നു, 11 അടച്ചു അല്ലെ? രണ്ടാമത്തെ വർഷം 10ന്റെ സ്ക്വയർ 11ന്റെ സ്ക്വയർ. മൂന്നാമത്തെ വർഷം 10ന്റെ ക്യൂബ് 11ന്റെ ക്യൂബ്. നമ്മൾ അടച്ച ഇൻസ്റ്റാൾമെന്റ് ഈക്വൽ അല്ലേ? 3 വർഷവും ഈക്വൽ പൈസയല്ലേ നമ്മൾ അടച്ചത്? അപ്പൊ എന്ത് ചെയ്യുക? ഈക്വൽ ആക്കുക ഇൻസ്റ്റാൾമെന്റ്. ഇവിടെ 11 സ്ക്വയർ. ഓക്കെ, ഇൻറ്റു 11 സ്ക്വയർ ഇൻറ്റു 11. അപ്പൊ 121 0 11 00. ദെൻ ഇവിടെ എത്ര വരും? 1000. ഓക്കെ, ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു ഇൻസ്റ്റാൾമെന്റ് 11ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 1331 ആണ്. ഓക്കെ, നമ്മളോട് ചോദിച്ചേക്കുന്നത് കോസ്റ്റ് എത്ര എന്നുള്ള രീതിയിലാണ്. 0 1 2 3 3 3310 എത്ര എന്നുള്ള രീതിയിലാണ് ചോദിച്ചേക്കുന്നത്. ഒരു ഇൻസ്റ്റാൾമെന്റ്, അതായത് 1331 എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? നമ്മുടെ 3993 ഈക്വൽ ആണ്. കണ്ടാ അറിയാം, അത് വിളിച്ചു പറയുന്നുണ്ട് ആ നമ്പർ. ഇതിന്റെ 3 ടൈംസ് ആണെന്ന്. അപ്പൊ എന്ത് ചെയ്യുക? നമ്മുടെ സമ്മിനെ എന്ത് ചെയ്യുക? 3 ടൈംസ് ആക്കുക. 0399. എളുപ്പല്ലേ? അതാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ എത്ര പെർസെന്റേജ് തന്നോ? അപ്പൊ 3 വർഷമാണ്, 4 വർഷമാണ്, 2 വർഷമാണെങ്കിൽ ആദ്യം 10 11, ദെൻ 10ന്റെ സ്ക്വയർ 11ന്റെ സ്ക്വയർ. മൂന്നാമത് 10ന്റെ ക്യൂബ് 11ന്റെ ക്യൂബ്. ഓക്കെ, നാലാമതാണെങ്കിൽ 10⁴ 11⁴. പിന്നെ ഈക്വൽ ഇൻസ്റ്റാൾമെന്റ് ആണ്. അപ്പൊ ഈ ഇൻസ്റ്റാൾമെന്റ് ഈക്വൽ ആക്കാൻ മറന്നു പോകരുത്. അത്രേ ഉള്ളൂ. രജനീഷ് ബോറോഡ് 1,500 from a bank and repaid entire amount with interest in 2 equal annual installments. The first installment being paid a year after Rajanish borrowed from the bank. If the rate of interest was 40% per annum compounded annually, then what was the value of each installment paid by Rajanish? Okay. ഇൻസ്റ്റാൾമെന്റ് എത്ര? നമുക്ക് അത് ഒരുപാട് കഥ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് അത്രയും വേണ്ട. രജനീഷ് എന്ന് പറയുന്ന ഒരാൾ 1500 രൂപ ബാങ്കിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. എന്നിട്ട് 2 വർഷമായിട്ട് 40% ഇൻട്രസ്റ്റിൽ പുള്ളി തിരിച്ചടച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഓരോ പ്രാവശ്യം അദ്ദേഹം അടച്ച ഇൻസ്റ്റാൾമെന്റ് എത്ര എന്നാണ് നമ്മുടെ ചോദ്യം. അതായത് 40% ആണെങ്കിൽ എത്ര വരും? 2/5 അല്ലെ? 2/5 ആണ് വരുന്നത്. അപ്പൊ 5 ഉണ്ടായിരുന്നു, 7 അടച്ചു. ഇനി എന്താ പറയുന്നത്? 2 ഈക്വൽ ഇൻസ്റ്റാൾമെന്റ്. അപ്പൊ 5ന്റെ സ്ക്വയർ 7ന്റെ സ്ക്വയർ. ഇൻസ്റ്റാൾമെന്റ് സെയിം അല്ലേ? ഇൻറ്റു 7. ഇവിടെയും ഇൻറ്റു 7. അപ്പോൾ 35, ഇവിടെ 25, ഇവിടെ 49 അല്ലെ? അപ്പോ കൂട്ടുക. 0 and 5. 0 5 6 60. ഓക്കെ, 60 ആണ്. 60. ഈ 60യുടെ വാല്യൂ ആണ് 1500 എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ 1ന്റെ വാല്യൂ എത്ര?
1500/60. ഓക്കെ, 3 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 5 ടൈംസ്, 3 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 2 ടൈംസ്, 50യെ 2 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 25. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ ഇൻസ്റ്റാൾമെന്റ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഒരു മാസം 49 രൂപ. അപ്പോൾ 49 രൂപ എത്രയെന്നാണ് നമുക്ക് കണ്ടുപിടിക്കുക. അപ്പൊ 49 × 25, ഒന്നിന്റെ വാല്യൂ ആണ് 25 എന്ന് പറയുന്നത്. അപ്പൊ 49ന്റെ വാല്യൂ എന്ന് വെച്ചാൽ 49 × 25 ചെയ്യുക. അപ്പൊ എത്ര ആയിട്ടും 8 9 0 45 24 5 12 1225. ഓപ്ഷൻ സി. ഓക്കെ, എങ്ങനെ വേണോ ചോദിക്കാം. ഇനി നിങ്ങളോടിപ്പം ചോദിക്കുന്നത് എന്താ, നമ്മുടെ ഇതെന്ന് പറയുന്ന എമൗണ്ട് ആണ്. സിമ്പിൾ ഇൻട്രസ്റ്റ് പ്ലസ് എമൗണ്ട് ആണ് ഇത് ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താണ്, ഇൻട്രസ്റ്റ് പ്ലസ് പ്രിൻസിപ്പൾ ആണ് ഈ തന്നിരിക്കുന്നതെന്ന് പറയുന്നത്. അതായത് 7 × 7 49 നമ്മൾ ഓരോ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടയ്ക്കുന്നത്. അപ്പൊ അതിന്റെ ഫൈനൽ ഡെപ്റ്റ് അല്ലെങ്കിൽ ഫൈനൽ നമ്മൾ അടച്ച എമൗണ്ടും പ്രിൻസിപ്പളും തന്നിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോ ഇവിടെ 49 ഉണ്ടല്ലേ, 49ന്റെ ഡബിൾ എടുക്കുക. അപ്പൊ 2 വർഷത്തേക്കുള്ളതാവൂലേ. 49ന്റെ ഡബിൾ എന്ന് പറയുമ്പോൾ 98. അപ്പം 98 തമ്മിലുള്ള ഡിഫറൻസ് എടുത്ത് ഇക്വേറ്റ് ചെയ്താലും മതി. മനസ്സിലാവാത്തവർ ഇവിടെ വിട്ടേക്കൂ, ബാക്കി നമ്മുടെ ക്വസ്റ്റ്യൻ അറേഞ്ച് ചെയ്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ മൊബൈൽ ഫോൺ ഈസ് അവൈലബിൾ ഫോർ ₹79860 by cash payment or by paying cash of 6,000 down payment record equal in money. എന്താ ചോദ്യം പറഞ്ഞേക്കണേ? A mobile phone is available in 79,860 by cash payment or paying cash for 60,000 as down payment and remaining amount in 3 equal annual installment. If the shopkeeper charges interest at the rate of 10% per annum compounded annually, then amount of each installment. എന്താണ് സംഭവം പറയുന്നത്? നമുക്ക് ഒരാൾ ഫോൺ വാങ്ങിച്ചു, എത്ര 79,860 രൂപയ്ക്ക്. എന്നിട്ട് എന്ത് ചെയ്തു? ആ വാങ്ങിച്ച ആള് 60,000 രൂപ ഡൗൺ പേയ്മെന്റ് ആദ്യം കൊടുത്തു. ഇനി എന്താണ്, ബാലൻസ് എമൗണ്ട് 3 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കൊടുക്കാന്ന് പറഞ്ഞു. അപ്പോ 79,860 ആണ് അദ്ദേഹത്തിന്റെ എമൗണ്ട്. 60,000 രൂപ അദ്ദേഹം ആദ്യമേ അടച്ചു. അപ്പോൾ ബാലൻസ് ഉള്ള എമൗണ്ട് എന്ന് പറയുന്നത് ഇത്രയാണ്. ഇത് 3 പ്രാവശ്യമായിട്ടാണ് അടയ്ക്കുന്നത്. അങ്ങനെ അടയ്ക്കുന്ന സമയത്ത് നമ്മുടെ ഷോപ്പ് കീപ്പർ ചാർജ് ചെയ്തത് 10% ഇൻട്രസ്റ്റ്, 10% ഇൻട്രസ്റ്റ് റേറ്റിലാണ് ചാർജ് ചെയ്തത്. അപ്പോൾ എങ്ങനെയാ, കോമ്പൗണ്ടറിലെ 10% എന്ന് വെച്ചാൽ 1/10, 10ന്റെ സാധനം 11 കൊടുത്തു. അങ്ങനെ എത്ര പ്രാവശ്യം? 3 പ്രാവശ്യം. അപ്പൊ 10² 11², 10³ 11³. ഇവിടെ എന്താ, ഇനി ഇൻസ്റ്റാൾമെന്റ് ഈക്വൽ ആക്കുക എന്നുള്ള പ്രോസസ്സാണ്. സോ ഇൻസ്റ്റാൾമെന്റ് ഈക്വൽ ആക്കി ഇതുപോലെ നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിലും ചെയ്യണം. 11² then 11. ഓക്കെ, എത്ര വരും? 1210, 1100 and 1000. ഇവിടെ എന്ത് വരും? 1331 അല്ലെ, 1331 and 1331. ഓക്കെ, ഇനി എന്താ പറഞ്ഞേക്കുന്നത്? നമ്മുടെ ഈ സമ്മ് ഇവിടെ തന്നിട്ടുണ്ടല്ലേ, അതാണിത് 0133. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? നമ്മുടെ ഇൻസ്റ്റാൾമെന്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്കിപ്പോൾ ടോട്ടൽ എമൗണ്ട് ഉണ്ട്, അതായത് 3310യുടെ വാല്യൂ ആണ് 19,860 എന്ന് പറയുന്നത്. ഓക്കെ, 19,860 എന്ന് പറഞ്ഞാൽ എങ്കിൽ നമുക്ക് 1331ന്റെ ഇതെത്ര എന്നുള്ളതാണ് ചോദ്യം. ഒന്നുമില്ല, 11ന്റെ മൾട്ടിപ്പിൾ അങ്ങ് കണ്ടുപിടിക്കുക, അത്രേ ഉള്ളൂ. 3310 × 1331. ഓക്കെ, ഇത് ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് 6, ഇതിന്റെ 6 ടൈംസ് ആണ്. അത് 1331 × 6 എത്ര വരും? 6, 18, 18, 19. അപ്പോൾ തന്നിരിക്കുന്ന എന്താണ്? ഇതിന്റെ 6 ടൈംസ് ആണ്. അപ്പൊ 1331 × 6 ചെയ്താൽ മതി. 6, 18, 19, 7. 7986. 7986 ഓപ്ഷൻ നമ്പർ A.
ഓക്കെ, മനസ്സിലായോ? കാരണം ഡൗൺ പേയ്മെന്റിന്റെ കേസ് വരുമ്പോൾ എന്താണ്, ഇത്ര നമുക്ക് ഒരു പ്രിൻസിപ്പൾ ഉണ്ടെങ്കിലും നമ്മൾ ആ പ്രിൻസിപ്പളിന്റെ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഒരു ഫിക്സഡ് എമൗണ്ട് ആദ്യമേ കൊടുക്കുന്നുണ്ട്, പിന്നെ നമ്മൾ വീണ്ടും ആ കൊടുത്ത എമൗണ്ടിന്റെ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. ബാലൻസ് ഉള്ള എമൗണ്ടിൽ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക, ദെൻ ഇൻസ്റ്റാൾമെന്റ് എത്ര കൊടുക്കുക എന്നുള്ളത് കണ്ടുപിടിച്ചാൽ മതി. ഞാൻ പിന്നെ പറയുകയാണെങ്കിൽ എളുപ്പത്തിൽ എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പം പറഞ്ഞതുപോലെ ഇതെന്ന് പറയുന്ന 11ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ 11ന്റെ മൾട്ടിപ്പിൾ നോക്കിയാലും മതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, on a certain sum, the difference between compound interest and simple interest at 10% per annum for 2 years is 250. The sum is, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇക്വേഷൻ ഉണ്ട്. എന്താണ് നമ്മുടെ ഇക്വേഷൻ അല്ലെങ്കിൽ ഫോർമുല എന്ന്, P into R by 100 the whole square is equal to 250. അതായത് നമുക്ക് പ്രിൻസിപ്പൾ ആണ് കണ്ടുപിടിക്കുക. അപ്പൊ P ഇൻറ്റു R എത്രയാ, 10 അല്ലെ? 10 എന്ന് പറയുമ്പം 1/10. 1/10. അപ്പൊ 1/10 the whole square. ഉത്തരവായില്ലേ ഇപ്പോഴേ? P is equal to എത്ര, 2500. ഒരു 0 കൂടെ ഉണ്ട്. എളുപ്പമല്ലേ? നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്താണെന്ന് പഠിച്ചു. ദെൻ അതിൻ്റെ വരുന്ന ഇൻസ്റ്റാൾമെന്റിന്റെ ചോദ്യങ്ങൾ നോക്കി. എനിക്കറിയാം കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ ഇൻസ്റ്റാൾമെന്റ് നിങ്ങൾക്ക് കുറച്ച് തലവേദന കാണും, പക്ഷെ അത് എളുപ്പമാണ്. ഈ വീഡിയോ തന്നെ ഒന്നും കൂടെ നിങ്ങൾ കണ്ടു നോക്കും, നിങ്ങൾക്ക് ഷുവറായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നല്ലൊരു ടോപ്പിക്കായിട്ട് കാണുക. താങ്ക് യു.